കേരളത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിനും വർഗീയ ധ്രുവീകരണ രാഷ്ട്രീയത്തിനുമുള്ള അതിനെതിരിലുള്ള ശക്തമായ വിധിയെഴുത്തായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ അമൂല്യമായ സ്വത്ത് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സോഷ്യൽ ക്യാപിറ്റലാണ്. ഈ ക്യാപിറ്റലിൽ വിള്ളൽ വീണിരിക്കുന്നു. വ്യത്യസ്ത സാമൂഹ്യ ജനവിഭാഗങ്ങൾ തമ്മിൽ അകലങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വെറുപ്പ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇസ്ലാമോഫോബിയ കേരളത്തിൽ ആളിക്കത്തുന്നു. ഇതിനെയെല്ലാം അറുതി വരുത്താൻ കഴിയുന്ന കേരളത്തിൻ്റെ സാഹോദര്യവും സൗഹൃദവും വിളംബരം ചെയ്യുന്ന വിധിയെഴുത്തായിരിക്കും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നടക്കുക. അതായിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പല ഭാഗങ്ങളിലും വിഭാഗീയ പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ നടക്കുന്നു. വോട്ടിന് നോട്ട് എന്ന രീതിയിലേക്ക് പോകുന്നു. അതൊക്കെ കേരളം മറികടക്കുന്നുള്ളത്. അതുകൂടിയാണ് ഞാൻ ചേർത്ത് പറഞ്ഞത്. അതായത് കേരളത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത ഒരുപാട് പൊതുപ്രവണതകൾ കേരളത്തിലെ ഇലക്ഷനിൽ നമുക്കെല്ലാവർക്കും കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളി നാളിതുവരെ കാത്തു സൂക്ഷിച്ച ഒരുപാട് വാല്യൂസിന്, ജനാധിപത്യ മൂല്യങ്ങൾക്ക്, സോഷ്യൽ വാല്യൂസിന് നിരക്കുന്നതല്ല. അങ്ങേയറ്റം ധ്രുവീകരണ പ്രവണതകളുണ്ടായി, വർഗീയമായ പ്രചാരണങ്ങളുണ്ടായി. ഏറ്റവും അവസാനം വോട്ട് സ്വാധീനിക്കുന്നതിന് പലപ്പോഴും ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന അപകടകരമായ പ്രവണതകൾ വരെ ഈ ഇലക്ഷൻ ഘട്ടത്തിൽ കേരളത്തിലുണ്ടായി. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കേരളം പോലുള്ളൊരു സംസ്ഥാനത്തിന് ഗുണകരമല്ല. കേരളത്തിൽ നാളിതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്തതാണ്. അത്തരം തെറ്റായ പ്രവണതകൾക്കെതിരിലുള്ള വിധിയെഴുത്തുകൂടിയായി ഈ ഇലക്ഷൻ മാറണമെന്ന് എല്ലാ മലയാളികളും ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും പ്രബുദ്ധ മലയാളി അത് ആ അർത്ഥത്തിൽ തന്നെയായിരിക്കും തീരുമാനമെടുക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്.